എൻ്റെ ഉണ്ണിമുത താൻ വേറെ ലെവല്. ഞാൻ ഒരു രക്ഷയില്ല. കാര്യം അവിടെ കിണ്ണം മ്യൂസിക് ആയിരുന്നു. പക്ഷേ ആ വോക്കൽ കേട്ടിട്ടുണ്ടായ ഫ്രസ്ട്രേഷനിൽ പണ്ടാരത് എന്ത് പറയൂടാ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പുതിയ വേർഷനിൽ സാധനം കലക്കി. അതിൻ്റെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ പാട്ടിൻ്റെ ഒരു എനർജി ഉണ്ട്. ആ എനർജി വേറെ ലെവൽ. എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആൾക്കാർ ചീത്ത പറഞ്ഞപ്പോൾ അത് മാറ്റാൻ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ ആ ഒരു തീരുമാനമുണ്ടല്ലോ, ഡിസിഷൻ. പക്ഷേ പ്രേക്ഷകരാണ് എല്ലാം, അല്ലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രേക്ഷകൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഫിലിം, അല്ലെങ്കിൽ അവരാണ് നമ്മളുടെ ഉപഭോക്താക്കൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാണിച്ച ചേഞ്ചസ്, ആ ചേഞ്ചസിൽ വന്നിട്ടുള്ള ആ ഒരു എനർജി ലെവൽ, ആ പാട്ടിൻ്റെ ഒരു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം കിട്ടിയില്ലെന്നേ. ആദ്യം പാട്ട് കേട്ടപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എന്ത് കളിയാക്കുന്നതല്ല, അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ യൂണിറ്റ് ഉണ്ടല്ലോ, ഓരോരുത്തർക്ക് ഓരോ യൂണിറ്റ് വോൾട്ടേജ് ഉണ്ട് അവനവൻ്റെ ഓരോ പ്രവൃത്തിയിലും. അവനവന് പറ്റുന്നത് ഒരു പീക്കുണ്ട്, അതിൻ്റെ മേളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ അത് വിത്തിൻ സെക്കൻഡിൽ നിങ്ങളത് മാറ്റി റീപ്ലേസ് ചെയ്ത് സാധനം കൊണ്ടുവന്നപ്പോൾ അണ്ണാം വേറെ ലെവൽ പാട്ട്. ഇപ്പോഴാണ് അതൊരു കിക്ക് കിട്ടിയത്. ഐ എം വെയിറ്റിംഗ് ഫോർ ആ പടം. ഞാൻ പേര് പറയാനുള്ള കാര്യം, ഞാൻ റിവ്യൂ നിർത്തിയതാണ്. ഞാൻ റിവ്യൂ പറയത്തില്ല, ആ സിനിമയുടെ റിവ്യൂ ഞാൻ പറയത്തില്ല, ഞാൻ നിർത്തിയതാണ്. പക്ഷേ ഇത് പറഞ്ഞു, ഈ സാധനം ഈ കാണിച്ച ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അതായത് ജനങ്ങൾ അതിനെ എടങ്ങേറാണ് മച്ചാൻ ഇത് കൊള്ളൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഒന്ന് രണ്ടാമത് എഡിറ്റ് ചെയ്താൽ നന്നാവുമെന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാതെ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടങ്ങളുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സുണ്ട്. അപ്പം അത് കൊള്ളൂല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാർ മുഴുവനും റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോണ്ട്, അതായത് ജനങ്ങൾ കമൻ്റ് അടിച്ച ആ റെസ്പോൺസിനെ നിങ്ങൾ അത് ഭയങ്കര സ്വീകരിച്ചിട്ട് അതിന് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സ്. കാര്യം അത് ഫ്ലോപ്പായാൽ ചിലപ്പോൾ പടത്തിന് പോലും ആൾ വരാണ്ടായി പോകും. കാര്യം ഇത്രയും വലിയ സംഭവമാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനത്തിന് കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനത്തെ ഒരു കോമഡി പരിപാടി കാണിക്കുമ്പോഴത്തേക്കിനും ആൾക്കാരുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. അതിനെ നിങ്ങളിപ്പം റീപ്ലേസ് ചെയ്തിട്ട് ഒരു കിണ്ണൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് ചാർജിൽ നിങ്ങൾ ആ പാട്ട് റീപ്ലേസ് ചെയ്ത് തന്നതിന് ഇറ്റ്സ് വെരി ഹാറ്റ്സ് ഓഫ്. മച്ചാനെ പൊളി. ഉണ്ണിമുത നീ വേറെ ലെവൽ.